ഹലോ ഗൈസ്, ഈ ഒരു പോക്ക് ഞങ്ങൾ കുടുവിന് കാതുകുത്താം എന്നുള്ള പ്രതീക്ഷയോടെയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. നമ്മൾക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ മുല്ലിക്കൽ വന്നു. ഇത് പ്രോപ്പർ മുല്ലിക്കലല്ല, അത് ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. ബബിൾസ് ബേബി കെയർ എന്നാണ് ഷോപ്പിൻ്റെ പേര്. കുഞ്ഞുമക്കൾക്ക് നമ്മൾ കുടുവിന് പറ്റിയിട്ടുള്ള ഡ്രസ്സും അതുപോലെ തന്നെ സോപ്പ് ലോഷനൊക്കെ നമ്മൾ കാര്യങ്ങളെല്ലാം വാങ്ങുന്നത് ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഗിവ് അവേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് പ്രൊമോഷൻ വീഡിയോയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കാതുകുത്താൻ എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഞങ്ങളങ്ങോട്ട് പോയത്. പക്ഷേ അന്ന് കാതുകുത്താൻ നടന്നില്ല. അപ്പോൾ അത് കാരണം കുടുവിന് കമ്മൽ വാങ്ങി, പിന്നെ കുടുവിന് ചെറിയൊരു വളയും, കാരണം കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു ഒടിഞ്ഞതൊക്കെ ആയിട്ട്. അങ്ങനെ അതെല്ലാം കൂടി കൊടുത്തിട്ട് കുഞ്ഞൊരു വളയും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരുവാണ്. എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും കുടു എന്തായാലും ഉറങ്ങും കേട്ടോ. അങ്ങനെ ആൾ നല്ല ഉറക്കമായിരുന്നു അവിടെ ജ്വല്ലറി നിന്നപ്പോഴത്തേനും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹരിയേട്ടന് മുടി വെട്ടാനായിട്ടായിട്ട് വന്നത്. അപ്പോൾ നമ്മളിതാ ഹെവൻസിലാണ് മുടി വെട്ടുന്നത്. ഹരിയേട്ടൻ മിക്കപ്പോഴും ഇവിടെയാണ് മുടി വെട്ടുന്നത്. അങ്ങനെ ഇതാ കുടുവിനെ കൊണ്ട് ഞങ്ങൾ സീറ്റിലിരുത്തിയിട്ട് ഹരിയേട്ടൻ അകത്ത് മുടി വെട്ടാൻ കയറിയിട്ടുണ്ട്. വലിയ ഫാഷനൊന്നുമില്ല, എപ്പോഴും ഒരേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ആൾ കെട്ടിയാറ്. കുറച്ച് നാളായി ആൾ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ ഹെയർ കട്ട് ചെയ്തിട്ട് നേരെ പോയപ്പോൾ ഹോസ്പിറ്റലിൽ കൂടി കാണിക്കണമായിരുന്നു കുടുവിനെ. അപ്പോൾ കയ്യിൽ ചെറിയൊരു വെള്ളപ്പാട് പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ലോഷനൊക്കെ നമ്മൾ ഡോക്ടർ തന്നെ പറഞ്ഞായിരുന്നു, പക്ഷെ കൊടുത്തിട്ടൊന്നും മാറുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്നുകൂടി കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് മുന്നേ മുടിയൊക്കെ വെട്ടിയിട്ട് നമ്മളിത് അവിടെ ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ മുടിയൊക്കെ വെട്ടി നമ്മൾ കുറച്ച് ഷോയൊക്കെ കാണിച്ചിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ എന്നോട് പറയാണ്, വീഡിയോസൊന്നും എടുത്ത് നാട്ടുകാരൊന്നും കാണിക്കല്ലേ എന്ന് എന്നോട് പറയണം. അപ്പോൾ എല്ലാം അങ്ങനെ പറഞ്ഞാൽ ആൾ ഷോ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടനോട് പറഞ്ഞ് കുറച്ച് സൂം ചെയ്ത് എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സൂമാക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ടാണ് വന്നത്. ഹോസ്പിറ്റലിൽ നമ്മൾക്ക് ചീട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 5:30 ഡോക്ടർ വരുമ്പോൾ. അപ്പോൾ അന്ന് സ്റ്റുഡിയോയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് പുള്ളി എന്നെയും കൊണ്ട് അങ്ങോട്ട് പോയി. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി, പക്ഷേ ബഡ്ജറ്റ് വളരെ കുറവായത് കാരണം നമ്മൾ സ്പ്രേയും, എനിക്ക് ലിപ്സ്റ്റിക്ക് മസ്റ്റാണല്ലോ, അപ്പോൾ ലിപ്സ്റ്റിക്ക് മാത്രം എടുത്തിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ വന്നു. കാരണം നമ്മൾ ഗോൾഡ് എടുത്ത കാരണം പൈസ ഏറെക്കുറെ കുറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാരണം ഹോസ്പിറ്റലിൽ വന്നു. ചീട്ടെടുത്ത് നമ്മൾ ഡോക്ടറിനെ കണ്ട് ഇറങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ല. ആൾക്ക് വേറൊരു ലോഷൻ തന്നു. അത് തേച്ചിട്ട് കുറവൊന്നുമില്ല എങ്കിൽ നമുക്ക് സ്കിൻ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ സെയിം സ്പോട്ടിൽ തന്നെ നമ്മളൊന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി.